ഹലോ വെൽക്കം ബാക്ക് ടു മാളൂസ് കേരള യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്നൊരു അടിപൊളി ടിപ്സിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. വേറെ ഒന്നുമില്ല, നമുക്ക് ഈ മീൻ എളുപ്പത്തിൽ എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാം, കത്തിയൊന്നും ഉപയോഗിക്കാതെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാനാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതാ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ എടുക്കുക, അതിലേക്ക് ഇതാ നമ്മൾ ഈ മത്തി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ മത്തി എന്നല്ല, ഇതേപോലെ ചെതുമ്പലുള്ള ഏത് മീനും നമുക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമ്മളിതാ ഒരു ട്രേ മുഴുവൻ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഐസ് ക്യൂബ്സ് നമ്മൾ ഈ ഒരു ട്രേ മുഴുവൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി അതിലേക്ക് ഒരല്പം വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഒരല്പം വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം കവർ രണ്ട് സൈഡും നല്ല രീതിയിൽ ടൈറ്റാക്കി പിടിച്ചതിന് ശേഷം നല്ല രീതിയിൽ ഷേക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഷേക്ക് ചെയ്തതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം, ഇതിൻ്റെ ചെതുമ്പലൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ആയിട്ടുണ്ടോ ഇല്ലയോ നോക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഷേക്ക് ചെയ്തതിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. ഇത് നോക്കിയാൽ നല്ല രീതിയിൽ ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട്. ചെതുമ്പലൊക്കെ നല്ല പോലെ പോയി കിട്ടിയിട്ടുണ്ട്. ഒരു തുള്ളി കത്തി കൊണ്ട് പോലും നമ്മൾ കളഞ്ഞിട്ടില്ല. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി കാണിച്ചു തരാം. എല്ലാ മീനും നല്ല രീതിയിൽ ചെതുമ്പലെല്ലാം പോയി നല്ല ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ എല്ലാ മീനും ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കാണിക്കാൻ നിങ്ങൾക്ക് നോക്കിക്ക്, എല്ലാം നല്ല രീതിയിൽ ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കത്തിയൊന്നും ഉപയോഗിക്കേണ്ട, കുഞ്ഞു കുട്ടികൾക്ക് വരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്സാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ടിപ്സ് നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ കളവൊന്നും പറഞ്ഞിട്ടില്ല. ഇതുകൊണ്ട് ഇതിൻ്റെ ചെതുമ്പലാണ് ഈ കവറിനകത്തുള്ളത്. ഇത് കണ്ടോ, ചെതുമ്പലും വെള്ളം കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു ടിപ്സ് വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്ന വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസിൻ്റെ തൊട്ട് താഴെ തന്നെ കമൻറ്റ് ബോക്സ് ഉണ്ടായാലും നിങ്ങളുടെ അഭിപ്രായം കൂടെ വന്ന് പറയണം കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരത്തേക്കും ബൈ ബൈ.